ഞാൻ നിങ്ങളുടെ മകനെ ഒരു തികഞ്ഞ പോരാളിയായി വളർത്തും. മുനി പരശുരാമൻ അവനെ ആയോധന പരിശീലിപ്പിക്കും. അവൻ രാജാവാകാൻ തയ്യാറാകുമ്പോൾ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അപ്പോൾ കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശന്തനുവിനെ തനിച്ചാക്കി മകനോടൊപ്പം ഗംഗ അപ്രത്യക്ഷനായി. ഗംഗ അവന് ദേവവ്രതൻ എന്ന പേര് നൽകി. ദേവവ്രതൻ സുന്ദരനായ ഒരു രാജകുമാരനും സമർത്ഥനായ പോരാളിയുമായി വളർന്നു. അവന്റെ അമ്മ അവനെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചപ്പോൾ ഹസ്തിനപുരിയിലെ ജനങ്ങൾ അവനെ സ്നേഹിക്കുകയും അവൻ രാജാവാകുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. ശന്തനു വീണ്ടും പ്രണയത്തിലായി. ഗംഗയ്ക്ക് കുറുകെ മനുഷ്യരെ തോണിയിൽ കടത്തിക്കൊണ്ടുപോകുന്ന മുക്കുവസ്ത്രീ സത്യവതിയായിരുന്നു പ്രണയിനി. അവളെ ഭാര്യയാക്കാൻ ശന്തനു കൊതിച്ചു. പക്ഷേ ശന്തനുവിന്റെ വിവാഹ വാഗ്ദാനം സ്വീകരിക്കുന്നതിനു മുമ്പ് ഗംഗയെപ്പോലെ സത്യവതിക്കും ഒരു നിബന്ധനയുണ്ടായിരുന്നു. തന്റെ മക്കൾ മാത്രമേ അനന്തരാവകാശികളാകൂ എന്ന് ഉറപ്പുവരുത്താൻ അവൾ ആഗ്രഹിച്ചു. ദേവവ്രതൻ ഇതിനകം ഹസ്തിനപുരിയുടെ കിരീടാവകാശിയായിരുന്നതിനാൽ ഈ വ്യവസ്ഥയെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്ന് ശന്തനുവിന് അറിയില്ലായിരുന്നു.